ഇതിനേക്കാളും ഗോട്ട് 2 തവണ കാണാം. ഇത് ഒരു കാശ് കൊള്ളില്ല. ഇന്ത്യൻ 2 ഇതിൽ ഏതാണ് ഈ വർഷം ഏറ്റവും മോശം എന്നുള്ള ഒരു ഇവാലുവേഷൻ ചിലപ്പോ വരും. 30 കോടിയിലേക്ക് മലയാളത്തിൽ മറ്റേ ഏറെ ഇറങ്ങിയിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ പൈസ മുതൽ ഉറക്കങ്ങ് പോയി. ആ ഉറക്കം എങ്ങനെ ഉറങ്ങി കിട്ടുന്നതാണ് പേടി. അത്രയ്ക്ക് മാത്രം പടം ബിലോ ആവറേജ് ആണ്. എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ, ശിവയുടെ ഒരു എക്സ്പെക്ടേഷൻ, അതുപോലെ ട്രെയിലർ അതിന്റെ ഇതിന് വേണ്ടിയിട്ടുള്ള അത്രത്തോളം എന്താണ് അവരുടെ അഡ്വർടൈസ്മെന്റും ഇതെല്ലാം വെച്ചിട്ടൊന്നും ആ ഒരു പഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് ഹൈപ്പ് പറയല്ലേ, ഹൈപ്പ് വെച്ചൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടേ പോകുള്ളൂ. സത്യം പറഞ്ഞാൽ കണ്ടൊക്കെ നിറഞ്ഞിട്ടിറങ്ങുക. സിനിമ കണ്ട് കറഞ്ഞല്ല ഇത്രയും നേരം ഇരുന്ന് ഉറങ്ങി. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വിഷമമുണ്ടല്ലോ എക്സ്പെക്ടേഷന്റെ, ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. വളരെ ഡിസപ്പോയിന്റഡ് ആണ്. ഒരു 350-400 കോടിക്കൊക്കെ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിട്ടില്ല. അതിന് വലിയ സൂര്യ കാണുന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ശിവയുടെ വർക്കിൽ ഭയങ്കര ഡിസപ്പോയിന്റ്. കാരണം ഇന്ത്യൻ 2 ഇതിൽ ഏതാണ് ഈ വർഷം ഏറ്റവും മോശം എന്നുള്ള ഒരു ഇവാലുവേഷൻ ചിലപ്പോ വരും. അത് അത്രത്തോളം ഡിസപ്പോയിന്റിംഗ് ആണ്. പിന്നെ പാർട്സിൽ കുറെ കാര്യങ്ങൾ നല്ലത് പറയാനുള്ള ആർട്ട് വർക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. മേക്കപ്പ് വർക്ക് നന്നായിട്ടുണ്ട്. അല്ല, സൂര്യയുടെ പ്രസൻസ് വളരെ മനോഹരമാണ്. പിന്നെ സൂര്യ 2 ക്യാരക്ടറുണ്ട്. 2 ക്യാരക്ടറിൽ ഫ്രാൻസിസ് എന്ന ക്യാരക്ടർ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഒരു കണക്ട് കിട്ടുന്നില്ല. പല കോമഡീസ് ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. പിന്നെ കങ്കുവിന് പുള്ളിയുടെ വ്യൂ ആർട്ട് വർക്കിൽ മേക്കപ്പ് ചെയ്തൊക്കെ എടുത്തേക്കുന്നത് ഭയങ്കര സൂപ്പറാണ്. പിന്നെ ഫൈറ്റ്, ഒരുപാട് ഫൈറ്റ്, എവിടെ നോക്കിയാലും ഫൈറ്റ്. നമുക്ക് ഒരുപാട് നിന്ന് കണ്ടുകിട്ട് നമുക്ക് ബോർ ആവുന്നുണ്ടോ ഒരു സാഹചര്യത്തിൽ. പിന്നെ ലാസ്റ്റ് വന്നപ്പോ കാർത്തിക എൻട്രിക്ക് ആ ഒരു പോർഷനിലാണ് നമുക്കൊരു എക്സ്പെക്ടേഷൻ വരുന്നത്. കങ്കോ 2 എന്തെങ്കിലുമൊക്കെ കുറച്ചുണ്ടാകും എന്നുള്ളത്, അതാണ് ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത്. പക്ഷെ പൊതുവെ മൊത്തത്തിൽ ഒരു ഡിസപ്പോയിന്റിംഗ്. മ്യൂസിക് വലിയ കുഴപ്പമില്ല, മ്യൂസിക് കൊള്ളാം. ദിശ പട്ടേൽ വളരെ കുറച്ച് സ്ഥലത്തുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കാനുള്ളൊരു ഭംഗിയൊക്കെ ഉണ്ട്, അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ഓവറോൾ വല്ലാണ്ട് ഫൈറ്റ് രംഗങ്ങൾ, ഫൈറ്റ് സംഭവം കൊള്ളാം. പക്ഷെ വല്ലാണ്ട് നമ്മൾ ഫൈറ്റ് കൂടുമ്പോഴേ മൊത്തത്തിൽ പടത്തിൽ ഫൈറ്റേ ഉള്ളൂ. അപ്പൊ എല്ലാം ഫൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് കണക്ട് ആവാത്തൊരു ചില സീക്വൻസുകൾ ഫൈറ്റിന്റെ സൂപ്പറാണ് കേട്ടോ. ഈ ആനയുടെ കൊമ്പ് വെച്ചിട്ടൊക്കെ ഉള്ള മോഡൽ ഫൈറ്റ്, അതൊക്കെ വരുന്നത് അതൊക്കെ ഭയങ്കര നമ്മളെ ഗ്രാസ്പ് ചെയ്യുന്ന മൊമെന്റ്സ് ആണ്. പക്ഷെ മൊത്തത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈ ഹൈപ്പ് കാരണമുള്ള, അത്രേ ഉള്ളൂ. പോരാ, ഒട്ടും പോരാ. വളരെ മോശമാണ് പടം. വളരെ മോശം. ഒരു ശബ്ദം മാത്രമാണ് വളരെ മോശമെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഗോട്ട് 2 തവണ കാണാം. ഇത് ഒരു കാശ് കൊള്ളില്ല. ഒരു ശബ്ദം മാത്രം മണ്ടയ്ക്കകത്തുണ്ട്, വേറെ ഒന്നും പറയാനില്ല. 2 വാക്കി പറയാം. മതം അത്രയല്ല, അത്രയ്ക്ക് മതമുള്ളൂ. 1 രൂപയ്ക്കില്ല. ഏറ്റവും വലിയ അതിനകത്ത് ആ ഉറക്കങ്ങ് പോയി. ആ ഉറക്കം എങ്ങനെ ഉറങ്ങി കിട്ടുന്നതാണ് പേടി. അത്രയ്ക്ക് മാത്രം മതം. അപരാധ പടം എന്ന് പറഞ്ഞാൽ കാട്ടപരാധ പടം. ഇതുപോലെ ഒരു മലങ്ങളുടെ അവിടെ ഇടക്കാലൊന്നും കണ്ടില്ല. ആരെയും ദൈവം പോയി കാണരുത്. 330 കോടിയിലേക്ക് മലയാളത്തിൽ മറ്റേ ഏറെ ഇറങ്ങിയിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ പൈസ മുതൽ. ഇതൊന്നും കാണാൻ ഇപ്പൊ ആരും അറിയാതെ കണ്ടാളെ. സൂര്യ തിരിച്ചു വന്ന സൂര്യയെ ടിക്കറ്റ് ഇവിടെ അങ്ങനെ പറഞ്ഞു വിട്ടവരുണ്ട്. எதிர்பார்த்த லெவலுக்கு இல்ல ப்ரோ, ரொம்ப அந்த அளவுக்கு இல்ல. 350 கோடி பட்ஜெட்ல கலெக்ஷன் எடுப்பாங்க, பட் ப்ரொடியூசர் சொன்ன மாதிரி 2000 கோடி அச்சீவ் பண்ண முடியாது. இல்ல வெரி ஒஸ்ட் தான் பிரதர். எதிர்பார்த்த லெவலுக்கு எக்ஸ்பெக்டேஷன் லெவலுக்கு இல்ல. இட்ஸ் நாட் ஆவரேஜா இருக்கு, அவ்வளவுதான். பார்க்கலாம், படம் ஃபுல்லா ஒரே ஆன் கத்திட்டு தான் இருக்காங்க. நாட் பேட். சூர்யா அண்ட் பாபி டியோல் ஆக்டிங் இஸ் பெர்ஃபெக்ட். நெக்ஸ்ட் கார்த்திகோட ஆக்டிங் இஸ் ஆல்வேஸ்